ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിസൈൻ ലൈബ്രറി. ഇവിടെ പോയിട്ട് ടൂൾ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ആഡിൻ എന്ന് പറഞ്ഞ് ഇവിടെ വരും. ആ ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈബ്രറി ഫയൽസ് വന്ന് നമുക്ക് കാണിച്ചു തരും. ആ ലൈബ്രറി ഫയൽസ് എന്തൊക്കെയാന്ന് പറയാം. അതിനകത്ത് ഇപ്പോൾ നോക്കി, ആൻസി, ഇഞ്ച്, മെട്രിക്, എല്ലാ ടൈപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സ്റ്റാൻഡേർഡുകളും SKF എന്ന് പറഞ്ഞ ഇറക്കണുണ്ടോ. അതൊരു ബെയറിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡിലുള്ള ബെയറിങ്ങുകൾ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ ബെയറിംഗ് ആണോ, ബോൾട്ട് ആണോ, നട്ട് ആണോ, പിൻസ് ആണോ, റിട്ടൈനിങ് റിങ്സ് ആണോ, സർക്ലിപ്സ് ഒക്കെ ഇല്ലേ, സർക്ലിപ്സ്, എക്സ്റ്റേണൽ ഇന്റേണൽ സർക്ലിപ്പുകളില്ലേ, അതൊക്കെ ഇത്. വാഷറുകൾ, ഡിഫറെന്റ് ടൈപ്പ് വാഷറുകൾ, അതെല്ലാം മോഡൽ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അതുപോലെ ഇപ്പം ഇവിടെ ഇവിടെ തന്നെ നമുക്ക് IS-നകത്തല്ല, ഈ ആൻസി മെട്രിക്കിനകത്തും ഇഞ്ചിനകത്തും ഒക്കെ ആണെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറും കൂടി ഉണ്ട്. അതിനകത്ത് ഇതേപോലെ ഗിയർ, ബെവൽ ഗിയർ, ഹെലിക്കൽ ഗിയർ ഒക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ആ ഒരു ഹെലിക്കൽ ഗിയറിന് എനിക്കിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ആ ഒരു പാർട്ട് എനിക്ക് മോഡൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ അതിവിടെ ക്രിയേറ്റ് ആയിക്കോളും. അതൊന്ന് ലോഡ് ആവാനൊന്നും ടൈം എടുക്കുന്നുണ്ട്. മോഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗിയറിന്റെ സൈസ് പറയുന്നത്. സൈസ് എന്ന് വെച്ചാൽ ഈ ടീത്ത് മെഷ് ആവുന്നതൊക്കെ നമ്മൾ നോക്കുന്നത് മോഡ്യൂൾ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ലെഫ്റ്റ് നമ്മുടെ ഒരു കോൺഫിഗറേഷൻ പ്രോപ്പർട്ടി മാനേജർ വരും. അതിനകത്ത് മോഡ്യൂൾ കൺട്രോൾ ചെയ്യാം, നമ്പർ ഓഫ് ടീത്ത് കൺട്രോൾ ചെയ്യാം, ഹെലിക്സ് ആംഗിൾ, പ്രഷർ, ഫേസ് വിഡ്ത്ത്, അങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന പാരാമീറ്റർ ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഫേസ് വിഡ്ത്ത് ഒരുപാട് കൂടുതലാണ് കിടക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് ഒരു 2 ഇട്ടു. അപ്പൊ അതനുസരിച്ച് ഗിയർ ചെറുതായത് ഉണ്ടോ, 0.5 ഇട്ട് ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റാം. ഇത് പ്രഷർ ആംഗിൾ. ഇതിന്റെ ഒരു ആംഗിളാണ്, ഇതിന്റെ ഒരു ആംഗിളാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹെലിക്സ് ആംഗിള്, ഹെലിക്സിന്റെ ഈ ആംഗിൾ, ഇത് ഹെലിക്സ് ആംഗിൾ ആയിരുന്നു കേട്ടോ. പ്രഷർ ആംഗിൾ വേറെയാണ്. അത് ഇവിടെയൊക്കെ ഈ ഒരു ടീത്തിലേക്ക് ഫോഴ്സ് വരുന്ന ഒരു നോർമൽ വരുന്ന ഡയറക്ഷനൊക്കെയാണ് പ്രഷർ ആംഗിളിൽ വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കമ്പൗണ്ടാണ് വേണമെന്ന് വെച്ചാൽ അത് ചുമ്മാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഒന്നും കൂടെ ഇവിടെ പോവാ. നമുക്ക് വേണ്ട കമ്പൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ സ്പർ ഗിയർ ആണെങ്കിൽ സ്പർ ഗിയർ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഒന്നുണ്ടോ? മോഡ്യൂൾ 0.5 ആണ്, അത് ഓർത്ത് വെച്ചു. കണ്ടിന്യൂസ് നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതിന്റെ തന്നെ ഒരു കോപ്പി ഉപയോഗിക്കണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ചുമ്മാ ഡ്രാഗ് ചെയ്ത് അതിന്റെ കോപ്പിയായി. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിന്റെ കോപ്പിയായി. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പോയിന്റും ഈ റൈറ്റ് പ്ലെയിനും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കി, ഞാൻ അവിടെ ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒറിജിൻ ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇത് ഫിക്സ്ഡ് ആണ്. അതിനെ ഞാൻ ഫ്ലോട്ട് ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഫ്ലോട്ട് ആക്കുക. ഓക്കെ. അപ്പൊ ഇതിപ്പോ റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഡിസൈൻ ലൈബ്രറി യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു മീറ്റിനകത്തേക്ക് പോവാം. അഡ്വാൻസ്ഡ് മീറ്റ്. ഓക്കെ. അഡ്വാൻസ്ഡ് മീറ്റ് എന്ന് വെച്ചാൽ, പറഞ്ഞു, കേട്ടില്ല. ആ 7 8 ഈ ഇനി വരുന്നത് അഡ്വാൻസ്ഡ് മീറ്റ് ആണ്. അഡ്വാൻസ്ഡ് മീറ്റിനകത്ത് വേണ്ടി ഞാൻ കുറച്ച് ഒരു ജോമെട്രി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഗിയർ തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയാണെ. ഡിലീറ്റ് ചെയ്തേക്കാം. ഇൻസേർട്ട് ന്യൂ പാർട്ട്. ഈ ഒരു ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. വെറുതെ റാൻഡം ആയിട്ടൊരു ജോമെട്രി. ഇതൊരു ജനറൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് വെച്ചിട്ട് ബാക്കി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക കേട്ടോ. നമ്മുടെ നീഡിനനുസരിച്ച് ഇതിനെ മോഡിഫൈ ചെയ്യുക. ഇത് ജനറൽ കേസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ പറയുന്നത്.
ഓക്കെ. ആവശ്യത്തിൽ അവിടെ ഏതൊക്കെ ആവശ്യത്തെ റിലേഷൻസ് കിടന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ ഓഡിഫൈൻ ആയി പോയത്. ഞാൻ അതിനെയും കളഞ്ഞു, ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും നോക്കാൻ പോയില്ല. ഓക്കെ. ഞാൻ ഇതിനെ ഫീച്ചർ എക്സ്ട്രൂഡ്. ഞാനിവിടെ പുതിയൊരു നമ്മുടെ മറ്റേ മെത്തേഡ്, ഏത് മെത്തേഡ്, ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്ത് ഇവിടെ പുതിയൊരു പാർട്ട് ഉണ്ടാക്കി കേട്ടോ. ഒരു പാർട്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഓക്കെ. ആ പാർട്ട് ഞാൻ ഇൻ പ്ലേസ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇൻ പ്ലേസ് ആയതുകൊണ്ട് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി. ഓക്കെ. ഞാൻ ഇവിടെ വേറൊരു പാർട്ട് ഉണ്ടാക്കുവാണ്. ഇൻസേർട്ട് ന്യൂ പാർട്ടിനകത്ത് പോയിട്ട് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, ടോപ്പ് ഡൗൺ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് അവിടെ തനിയെ ഒരു മീറ്റ് വരും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുള്ളത് കൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് നോക്കി, നീ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ആ പാർട്ടിയിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പൊ ആ പാർട്ട് എഡിറ്റിംഗ് മോഡിൽ നിന്ന് അസംബ്ലിയുടെ മോഡിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇവിടെ എഫ് ഒക്കെ കിടക്കുന്നത്. ഇൻ പ്ലേസ് വന്നുമില്ല. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. പാർട്ട് 2 ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുക. ഞാനിവിടെ വേറൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യുകയാണേ. വെറുതെ ഒരു പാർട്ട്. ഓക്കെ. എക്സിറ്റ്. ഇപ്പൊ ഈ പാർട്ടിനകത്ത് ഫിക്സ് ഉണ്ട്, ഇൻ പ്ലേസ് മീറ്റ് വന്നിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പാർട്ടിനെ വരയ്ക്കാൻ വേണ്ടി ഒരു സ്കെച്ച് യൂസ് ചെയ്തല്ലോ. ആ സ്കെച്ചിന് ആ സ്കെച്ച് ഇല്ല 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 ഇല്ല, ഇവിടെ ഉണ്ട്. ആ ആ സ്കെച്ച് ഇവിടെ കിടപ്പുണ്ട്, അത് നോക്കിയേ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടോ, അത് ഇങ്ങനെ ഒരു കേർലി ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടോ? ആ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പ്രീവിയസ് കമ്പോണന്റിനെ, ഈ കമ്പോണന്റിനെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കമ്പോണന്റിനെ എന്തോ ഒരു സംഭവം റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് അർത്ഥം. തൊട്ട് മുന്നത്തെ പാർട്ടുമായിട്ട് അതിനൊരു ലിങ്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ. ഇതിപ്പം ഫിക്സ് ആണ്, ഫ്ലോട്ട് ആണ് എടുക്കുന്നത്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഒന്ന്, അല്ല, ഫിക്സ് ആണ് എടുക്കുന്നത്, ഞാൻ ഒന്ന് ഫ്ലോട്ട് ആക്കി കേട്ടോ. ഫ്ലോട്ട് ആക്കിയ സ്ഥിതിക്ക് എനിക്ക് ഇതിനെ പിടിച്ച് മാറ്റാം അങ്ങോട്ടും ഇങ്ങോട്ടും. സ്കെച്ച് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വേറെ മറ്റേ പാറ്റേൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഈ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നോ. ഏതായാലും ബോക്സ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ്റെ അസംബ്ലിനെ പോലും നമ്മൾ സേവ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ മൊത്തത്തിലൊന്ന് സേവ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ വിഷയം ഉണ്ടാവില്ല. അത് സേവ് ചെയ്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടം, അത് നമ്മുടെ ഇഷ്ടം. ആ പാർട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും സേവ് ചെയ്താൽ മതി.
സേവ് എക്സ്റ്റേണൽ കൂടെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, പാത്ത് സേവ് ആയി നോക്കി. ഇനി ഞാൻ ഇതിനൊന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യുവാണേ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു എഡിറ്റ് സ്കെച്ച് എന്താ പറ്റിയെന്ന് വെച്ചാല് എന്തോ റിലേഷൻഷിപ്പ് കിടപ്പുണ്ട്, വേറെ വേറെ ഏതോ ആയിട്ട് വരച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് ഈ ഒറിജിനൽ വെച്ചാണ് ഇത് വരച്ചത്. ആ ഒറിജിനൽ ഇങ്ങോട്ട് മാറേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ മാറുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഈ പാർട്ടിനെ പിടിച്ച് മൂവ് ചെയ്യുക, ആ പാർട്ടിനെ പിടിച്ച് മൂവ് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ഫീച്ചർ കൊടുത്തപ്പം ആ ഒറിജിൻ കണ്ടോ, ആ പാർട്ടിന്റെ ഒറിജിൻ കണ്ടോ, അല്ലെങ്കിൽ എഡിറ്റ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാല് ആ പാർട്ടിന്റെ ഒറിജിൻ കണ്ടോ. ആ, അത് മാറുന്നുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല, മാറുന്നുണ്ട്. നേരത്തെ ഇവിടെ അല്ലായിരുന്നു ഒറിജിൻ, അത് ഇങ്ങോട്ട് മാറിയുണ്ടോ. അതിലേക്ക് നമ്മൾ വന്നല്ലേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ വന്നേ ഉള്ളൂ. ഞാൻ ഇതിനെ ഈ ഈ ഒറിജിനിലേക്ക് ഒന്ന് വെക്കുവാണേ, അലൈൻ ചെയ്യുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്, ഈ മീറ്റ് പറയാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും അലൈൻ ചെയ്ത് വെക്കുന്നേ ഉള്ളേ. അങ്ങോട്ട് ഹോൾഡ് ആവുന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഡെൽറ്റൺ, അത് ഞാൻ ആ പാർട്ടിനെ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്താ എഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഞാൻ ആ പാർട്ടിനെ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ആരോ കണ്ടോ, അങ്ങനെ ഒരു ആരോ വരാതെ എനിക്ക് ചെയ്യണം, അത്രയുള്ള ഉദ്ദേശം. കാരണം തൊട്ട് മുന്നത്തെ പാർട്ടുമായിട്ട് എന്തോ ഒരു ലിങ്ക് കിടപ്പുണ്ട്. അങ്ങനെ ഒരു ലിങ്ക് വേണ്ട, അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു ലിങ്ക് വന്നാലും കുഴപ്പമില്ല, പക്ഷെ എഡിറ്റിങ്ങിന് കംഫർട്ട് എപ്പോഴും അങ്ങനെ ഒരു ലിങ്ക് ഇല്ലാത്തതാണ്. എന്തുകൊണ്ടായിരിക്കും? അത് ആ അത് തന്നെ. മറ്റേതുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചുകളൊക്കെ വന്നു പോകും. ഇപ്പൊ പോയി നോക്കിയേ, ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ ഇൻ പ്ലേസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒറിജിൻ കറക്റ്റ് ഇവിടെ നിൽപ്പുണ്ട്, കണ്ട. ഓക്കെ, റീബിൽഡ്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു കോപ്പി ഞാൻ ക്രിയേറ്റ് ചെയ്യണേ. ഇനി ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കൊടുക്കുവാണ്. ഈ രണ്ട് ഫേസുകൾ തമ്മിൽ കോയിൻസിഡന്റ് ആവണം എന്ന റിലേഷൻഷിപ്പ് ഞാൻ കൊടുത്തു. ഓക്കെ, ആ ഇൻ പ്ലേസ് ഇല്ലെങ്കിലോ അതോ ഇൻ പ്ലേസ് വന്നില്ലെങ്കിലോ മനസ്സിലായില്ല. നമ്മൾ ഇൻ പ്ലേസ് എന്തായാലും വരും. നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ചാ ചെയ്യണമെങ്കിൽ ഇൻ പ്ലേസ് വരും. ബോട്ടം അപ്പിലാണ് ഇൻ പ്ലേസ് വരാത്തത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? ഡെൽറ്റ?
ഓക്കെ. ഇനി നമ്മളത് മീറ്റിനകത്തെ അഡ്വാൻസ്ഡ് മീറ്റിനകത്തെ ആദ്യത്തത് പറയാൻ പോവാണേ. പ്രൊഫൈൽ സെന്റർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പ്രൊഫൈൽ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുക. ഇതിന്റെ കൂടെ ഒരു കോപ്പി ഉണ്ടാക്കുക. പ്രൊഫൈൽ സെന്റർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, രണ്ട് സെന്റർ പോയിന്റുകൾ തമ്മിൽ രണ്ട് പ്രൊഫൈൽസിന്റെ സെന്റർ പോയിന്റുകൾ തമ്മിൽ അലൈൻ ആവും. പ്രൊഫൈൽ സെന്റർ എടുത്തു ഞാൻ എന്റിറ്റീസ് ടു മീറ്റ് ആയിട്ട് ദി ഫേസും പറയുക. അതിന്റെ രണ്ടിന്റെയും സെന്റർ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് രണ്ടും കൂടെ വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കും. ഇവിടെ നമുക്ക് അലൈൻമെന്റ്, ആന്റി അലൈൻമെന്റ് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അലൈൻമെന്റ് നമുക്ക് തിരിക്കാം. ഓറിയന്റേഷൻ നമുക്ക് മാറ്റാം, ഫ്ലിപ്പ് ചെയ്യാം. ഐ മീൻ ഓഫ്സെറ്റ് കൊടുക്കാം. ഓഫ്സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലിപ്പിന്റെ കാര്യമുള്ളൂ കേട്ടോ. ഇപ്പൊ മുകളിലേക്കാ വന്നത്, അത് ഫ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്കായി. മനസ്സിലായോ? ഇന്റർസെക്ട് ചെയ്ത് പോകുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്ത് പോകും. അതെ, പക്ഷെ അങ്ങനെ വരാതെ വേണം നമ്മൾ അസംബിൾ ചെയ്യാൻ. അസംബിൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇന്റർസെക്ട് ഒന്നും വരാതെ നമ്മൾ നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ഇത് കൊടുക്കണം. നമ്മൾ ഈ രണ്ട് ഫേസ് അല്ലേ പറഞ്ഞു കൊടുത്തത്, അത് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും കൊടുക്കാം. അവിടെ ഫേസ് സെലക്ഷൻ നമ്മൾ മാറ്റി കൊടുക്കണം. ഞാൻ ഈ രണ്ട് ടോപ്പ് ഫേസുകൾ തമ്മിൽ ഒരു കോയിൻസിഡന്റ് ഞാൻ കൊടുക്കുവാണേ. ആ രണ്ട് ടോപ്പ് ഫേസുകൾ തമ്മിൽ ഒരു കോയിൻസിഡന്റ് നോക്കി, ആ ഫേസ് സെലക്ട് ചെയ്തിട്ട് മേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കോയിൻസിഡന്റ് ആയി. ഈ രണ്ട് ഫേസുകൾ സെലക്ട് ചെയ്തിട്ട് ഞാൻ കോയിൻസിഡന്റ് കൊടുത്തു കഴിഞ്ഞാലും ആയി. ഓക്കെ, ഞാൻ ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അങ്ങനെ നീക്കുവാണ്, അങ്ങോട്ടും നീക്കുവാണ്. ഓക്കെ, അഡ്വാൻസ്ഡ് മീറ്റിനകത്ത് ഇനി അടുത്ത വരുന്നതാണ് സിമിട്രി എന്ന് പറഞ്ഞൊരു മീറ്റ്. സിമിട്രിക്കകത്ത് നമുക്കിവിടെ ഒരു നടുക്കൊരു സിമിട്രി പ്ലെയിൻ ഉണ്ട്, ഒരു റൈറ്റ് പ്ലെയിൻ. നോക്കിയേ, ഞാനൊരു സിമിട്രി പ്ലെയിൻ ആയിട്ട് ഈ നടുക്കത്തൊരു പ്ലെയിനും ബോഡീസ് ടു മീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ബോഡിയും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും സിമിട്രിക് ആയി. നോക്കി, ഇനി ഞാൻ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അതനുസരിച്ച് അപ്പുറത്തെ മാറുന്നുണ്ടോ? ഇത് മാറുന്നത് നോക്കണ്ട, ഇത് മാറാൻ കാര്യം വേറൊരു കോയിൻസിഡന്റ് നമ്മൾ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് മാറിയത്. കണ്ട, ആ രണ്ടും സിമിട്രി കൊടുത്ത കാരണമാണ് ഇങ്ങനെ. ഇതിനായിട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, അത് അനങ്ങുന്നുണ്ടല്ലോ. നോക്കി, ഇത് മാറുമ്പോ ഇത് മാറുന്നുണ്ടോ? ഡിസ്റ്റൻസ് നമ്മൾ സിമിട്രി കൊടുത്തത് ഈ പ്ലെയിൻ എബോട്ട് ആയിട്ടല്ലേ, അപ്പം ഈ ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെന്റേ വരുള്ളൂ. ആ ഡിസ്റ്റൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ, അവിടെ നമ്മൾ സ്പെസിഫിക് ആയ ഡിസ്റ്റൻസ് മാറ്റണം. സിമിട്രി എന്ന് വെച്ചാൽ മറ്റേ 2D പോലെ സിമിട്രി അല്ല, ഇങ്ങനെയാണ് സിമിട്രി വർക്ക് ആവുന്നത് ഇതിനകത്ത്, 3Dക്കകത്ത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി? പ്രൊഫൈൽ സെന്റർ ആയി, സിമിട്രി ആയി. ഇനി വരുന്നതാണ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു മീറ്റ്. വിഡ്ത്ത് മീറ്റിന് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഈ സാധനം ക്രിയേറ്റ് ചെയ്തത്. ഈ രണ്ട് ജോമെട്രി പോട്ടെ, നമുക്ക് ഈ ജോമെട്രി ഇങ്ങോട്ട് എടുക്കാം. ഈ ഫേസ് ഇവിടെ നിന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു കോയിൻസിഡന്റ് കൊടുത്തു. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ടും നീങ്ങുന്ന കണ്ടോ?
എനിക്കതിനെ കറക്റ്റ് നടുക്ക് നിർത്തണം, ഈ രണ്ട് ഗ്രൂവിന്റെ നടുക്ക് നിർത്തണം എനിക്ക്. അതിനാണ് വിത്ത് മേറ്റ് എന്ന് പറയുന്നത്. വിത്ത് സെലക്ഷൻ ആയിട്ട് ഞാൻ ദി ഫേസും ദി ഫേസും പറഞ്ഞു കൊടുത്തു. ടാബ് സെലക്ഷൻ ആയിട്ട് ഞാൻ ദി ഫേസും ഈ ഫേസും പറഞ്ഞു കൊടുത്തു. കറക്റ്റ് ആയിട്ട് അതിന്റെ നടുക്കൊന്നും നിന്നുണ്ടോ. അതാണ് എന്ത് വിത്ത് മേറ്റ്. ഓക്കെ, ഇനി അതിന്റെ തന്നെ ഒരു കോപ്പി ഞാൻ ഉണ്ടാക്കി ഒന്നും കൂടെ വിത്ത് മേറ്റ് കാണിക്കാം. അഡ്വാൻസിനകത്ത് പോയി വിത്ത് മേറ്റ് ടാബായിട്ടോ സെലക്ട് ചെയ്യാൻ കേട്ടോ ഈ രണ്ട് ഫേസ്. അല്ല അത് വിത്ത് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ടാബായിട്ട് സെലക്ട് ചെയ്താലും എടുത്തോളും, തിരിച്ചും മറിച്ചും ഒക്കെ അവർ കൺസിഡർ ചെയ്തോളും. ഓക്കെ, ഇനി ദി ഫേസും ഒരു കോയിൻസിഡൻറ്റ്. പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തെന്ന് വെച്ചാലും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. നമ്മൾ 2D പഠിച്ചപ്പം വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ ആവൂലേ, അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാം അതിന്റെ ആ ഗ്രൂപ്പിൽ കൂടെ തന്നെ. ഇനി നമ്മൾ അടുത്ത ഒരു മീറ്റ് പറയാണ് നമ്മൾ ലീനിയർ കപ്ലർ എന്ന് പറയുന്ന ഒരു മീറ്റ്. ലീനിയർ കപ്ലറിനകത്ത് ഞാൻ രണ്ട് ബോഡിയുടെ ഫേസുകൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഫസ്റ്റ് ബോഡി ആയിട്ട് ഇത്, സെക്കൻഡ് ആയിട്ട് ദി ഫേസും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ട് പറഞ്ഞാൽ മതി, ഫേസ് പറഞ്ഞാലും ഒരു പാർട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ലീനിയർ ഉണ്ട്, ലീനിയർ കപ്ലർ ഉണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായി ആരോ കാണിക്കുന്നുണ്ടോ, ആരോ ഉണ്ട്. ഇവിടെ ഒരു റേഷ്യോയും ഉണ്ട്. ഞാനൊരു 1:5 റേഷ്യോ കൊടുക്കുക. ഓക്കെ, ഇത് 5 mm നീങ്ങുമ്പോൾ അത് 1 mm നീങ്ങും. അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിനെ 1 mm നീക്കുമ്പം അത് 5 mm നീങ്ങും. കണ്ടോ, അതാണ് എന്ത് ലീനിയർ കപ്ലർ എന്ന് പറഞ്ഞൊരു മീറ്റ്. ഇനി വരുന്ന സ്റ്റാൻഡേർഡിനകത്ത് വേറെയാണ് ലിമിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ലിമിറ്റ് ഡിസ്റ്റൻസ്, ഓക്കെ, ഡിസ്റ്റൻസ് എന്നാണ്, സോറി, സ്റ്റാൻഡേർഡിനകത്തിൽ അഡ്വാൻസിനകത്ത് ലിമിറ്റ് ഡിസ്റ്റൻസ് ആണ് കിടക്കുന്നത്. ആക്ച്വലി ഇതൊരു ലിമിറ്റ് ഡിസ്റ്റൻസ് ആണ്. നമുക്കൊരു ലിമിറ്റിംഗ് വാല്യൂവും ഒരു മാക്സിമം വാല്യൂവും ഒരു ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ മിനിമം വാല്യൂ ഒരു 3യും ഒരു മാക്സിമം വാല്യൂ ഒരു 25 പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു, സോറി. ഞാൻ ലിമിറ്റ് ഡിസ്റ്റൻസിനെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. സോറി, നമ്മൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, കൊടുത്തില്ലായിരുന്നു കേട്ടോ. ലിമിറ്റ് ഡിസ്റ്റൻസ് മാക്സിമം വാല്യൂ ഒരു 5ഉം, അല്ല മിനിമം വാല്യൂ ഒരു 5ഉം മാക്സിമം വാല്യൂ ഒരു 25ഉം കൊടുക്കുക. എന്നിട്ട് ഞാൻ ഫേസസ് ആയിട്ട് അല്ലെങ്കിൽ സെലക്ഷൻ ആയിട്ട് ദി ഫേസും പറഞ്ഞു കൊടുത്തു. ഓക്കെ, എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാല് ഈ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യും. അത് മാക്സിമം 25ഉം മിനിമം 5ഉം ആ റേഞ്ചിലേ നിൽക്കുള്ളൂ. കണ്ട, അതാണ് ലിമിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അടുത്തത് ലിമിറ്റ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇനി അഡ്വാൻസ്ഡ് മേറ്റിൽ വരുന്ന ഒരു സാധനമാണ് ലിമിറ്റ് ആംഗിൾ എന്ന് പറയും. ലിമിറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ ആംഗിളിനെ ലിമിറ്റ് ചെയ്യും. ഞാൻ ഇതിലൊന്ന് മറിച്ചിട്ടേക്കുക, എന്നിട്ട് ഞാൻ ഇതിനെന്തിട്ട് ഒരു കോപ്പി ഉണ്ടാക്കുക, ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ
ദീ ഒരു എഡ്ജും ഒരു എഡ്ജും ഒരു കോയിൻസിഡന്റ് കൊടുക്കുവാണേ. അതുപോലെ ദീ എഡ്ജും വേറൊരു കോയിൻസിഡന്റ് കൊടുത്തു. ഓ സോറി 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 സോറി, ഒരു എഡ്ജ് മാത്രം കൊടുത്താലേ എനിക്ക് തിരിക്കാൻ പറ്റുള്ളൂ. രണ്ട് എഡ്ജും കൊടുത്ത് ഞാൻ തിരിക്കാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തിരിച്ചെടുക്കണമായിരുന്നു. ആ ഓക്കെ. ഈ ഒരു വേർട്ടെക്സും കൂടെ ആ വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് വേർട്ടെക്സ് ഒക്കെ നമുക്ക് കോയിൻസിഡന്റ് കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഇത് കണ്ടോ, ഇതിങ്ങനെ കിടന്ന് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അവിടെ നിന്ന് ഞാനൊരു മീറ്റ് അപ്ലൈ ചെയ്യുവാണേ. ആ മീറ്റിന്റെ പേര് നമുക്കൊരു ആംഗിൾ മീറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആംഗിൾ മീറ്റിനകത്ത് ഞാൻ ഫേസസ് ആയിട്ട് ഇത് രണ്ടും പറഞ്ഞു. ഒന്ന് സോറി, സ്റ്റാൻഡേർഡിനകത്ത് ആംഗിൾ അല്ല, അഡ്വാൻസിനകത്ത് ആംഗിൾ. ഈ ഒരു ഫേസ് സെലക്ഷൻ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെ തലയും കുത്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലിപ്പ് ഡയമെൻഷനും അലൈൻമെന്റും ആന്റി അലൈൻമെന്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടെ നമുക്കിത് ഒരു മാക്സിമം ആംഗിളും ഒരു മിനിമം ആംഗിളും പറയാം. ഞാൻ മാക്സിമം ആംഗിൾ ഒരു 20യും മിനിമം ആംഗിൾ ഒരു 20യും മാക്സിമം ആംഗിൾ ഒരു 90യും ഞാൻ പറഞ്ഞു കൊടുക്കുക. മാക്സിമം ഇതിപ്പോ ഇതാ എടുത്തേക്കുന്നത് 90 ആയിട്ട്. ഇത് തമ്മിലുള്ള മാക്സിമം 90യും മിനിമം എടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അവർ എടുത്തേക്കുന്നത്. ഇതിനെ കണ്ടോ, ഈ ഫേസിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആണ് അവർ എടുത്തേക്കുന്നത്. കുഴപ്പമില്ല, നമുക്കത് എഡിറ്റ് ചെയ്യാം. എങ്ങനെ? ഈ ഫ്ലിപ്പ് ഡയമെൻഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഈ സെലക്ഷൻ മാറ്റി കൊടുത്തോ ഒക്കെ നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണേ. നമുക്ക് വേണ്ടത് ഈ രണ്ട് ഫേസ് തമ്മിൽ കറക്റ്റായിട്ട് വേണ്ടി വരണ്ടേ. ഞാനിപ്പം ഇതിനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ടെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഞാൻ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുവാണേ. എന്നിട്ട് മീറ്റ് അഡ്വാൻസ്ഡ് ആംഗിൾ മിനിമം ഒരു 10ഉം മാക്സിമം ഒരു 45ഉം. ഈ ഫേസും ഈ ഫേസും. ഓക്കെ, ഇപ്പം കറക്റ്റായിട്ട് വന്നു. മിനിമം ഒരു 10ഉം മാക്സിമം ഒരു 45ഉം. അതിനപ്പുറത്തേക്ക് പോവില്ല. അതാണ് എന്ത് ലിമിറ്റ് ആംഗിൾ. ഓക്കെ. ഇനി വരുന്നതാണ് നമുക്കൊരു ലീനിയർ പാത്ത് മേറ്റ് എന്ന് പറയും. പാത്ത് മേറ്റ്. ഈ പാത്ത് മേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പാത്ത് മേറ്റ് ചെയ്യാൻ നേരത്ത് എനിക്കൊരു കമ്പോണന്റ് വേണം. പക്ഷെ ആ കമ്പോണന്റ് വെറുതെ ഒരു സ്കെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ നോക്കി ന്യൂ പാത്ത് ഒന്നും കൊടുക്കുന്നില്ല. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്ത് ഞാൻ സ്കെച്ച് കൊടുക്കുക. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുത്തു. ഓക്കെ. സ്കെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഇവിടെ വെറുതെ സ്കെച്ച് വരയ്ക്കാം. ഈ ഒരു സ്കെച്ചിനെ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിനെ ഒന്ന് ഒരു 3D ആക്കാനൊന്നും പറ്റൂല. ഒരു റെഫറൻസിന് വേണ്ടി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഞാൻ ഇതിന്റെ അതിനൊരു കോപ്പി ഞാൻ എടുക്കുവാണ്. എന്നിട്ട് ഞാൻ മേറ്റിനകത്ത് പോയിട്ട് അഡ്വാൻസിനകത്ത് ലാസ്റ്റ് വൺ പാത്ത് മേറ്റ്. പാത്തായിട്ട് ഞാൻ ഒരു കമ്പോണന്റിന്റെ വേർട്ടെക്സ് അവർ ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു. പാത്തായിട്ട് ഈ പാത്ത് ഞാൻ പറഞ്ഞു. കണ്ടോ? ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്തിൽ കൂടെ മാത്രമേ നീങ്ങുള്ളൂ, വേറെ എപ്പത്തേക്ക് നീങ്ങില്ല. മനസ്സിലായോ? ആ വേർട്ടെക്സ് ആ പാത്തിൽ നീങ്ങും.
ഒരു അസൈൻമെന്റ് ഒരെണ്ണം തരാം. ഇപ്പൊ ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യപ്പോ ഇത് ആ ടി ഷേപ്പ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന കണ്ടോ? ഡിൽറ്റൻ ചെയ്യാൻ നേരത്ത് അത് എങ്ങും കിടന്ന് ആടരുത്. എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ നേരെ നിൽക്കണം. അങ്ങനെ ചെയ്യാൻ എന്താ എന്തെങ്കിലും വഴി ഉണ്ടോ? ഫ്ലോട്ട് മാറ്റി ഫിക്സ് ആക്കി കഴിഞ്ഞാൽ അനങ്ങത്തേ ഇല്ല. ചെയ്ത് നോക്ക്. എനിക്കറിയില്ല, അറിയില്ല. ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്, ചെയ്ത് നോക്കിയിട്ട് പറ. ഓക്കെ. ആംഗിൾ കൊടുത്താൽ കിട്ടില്ല. ആംഗിൾ കൊടുത്താൽ ചിലപ്പം കിട്ടും. ഉം. എന്നാലും നേരെ നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര സാധനമാണ് എന്ത് നമ്മുടെ അനങ്ങാതെ നിൽക്കണം, അത്രേ ഉള്ളൂ. ടോപ്പ് വോട്ടെക്സ് അനങ്ങും, അനങ്ങും. അങ്ങനെ കൊടുക്കാൻ പറ്റും തോന്നല്ല. ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്, ചെയ്ത് നോക്കിയിട്ട് പറ. ഓക്കെ. അപ്പോൾ ഇത്രമാണ് നമ്മുടെ അഡ്വാൻസ്ഡ് മീറ്റ്. ഇതാണ് ഇന്നത്തെ പാർട്ട് 1. ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് ലിങ്ക് ഞാൻ അയക്കാം കേട്ടോ.